ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? എന്തുണ്ട് വിശേഷം? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് മോട്ടിവേഷൻ വീഡിയോ ആണ്. ഇന്ന് മോട്ടിവേഷൻ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെപ്പോലെ തന്നെ ഒരുപാട് പേര് അടുക്കളയിൽ കയറാനും മടിയുള്ളവർ ഒത്തിരി പേരുണ്ട്. കാരണം എനിക്കും ചില സമയത്തൊന്നും ഇങ്ങനെ കുക്കിംഗ് ചെയ്യാനൊന്നുള്ള മൂഡ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ എന്നെപ്പോലെ തന്നെ ഒരുപാട് മടിയുള്ളവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത്. അപ്പോൾ ഞാനിന്ന് ആദ്യം തന്നെ പോയി കറിവേപ്പിലയൊക്കെ പൊട്ടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പോൾ ഞാൻ കുക്കിംഗ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഇന്ന് മോട്ടിവേഷനായിട്ട് കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ഒന്ന് ലൈക്ക് ചെയ്യും, അതുപോലെ കമൻറ്റ് ചെയ്യും, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് വളരും. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണേ. അപ്പോൾ ഞാൻ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞു. ഇന്ന് ഞാൻ കുക്കിംഗ്, അതായത് നിങ്ങൾക്ക് എങ്ങനെ പെട്ടെന്ന് കുക്കിംഗ് ഒക്കെ ചെയ്യാം, നിങ്ങൾക്ക് അതിനുള്ള ഇൻട്രസ്റ്റ് എങ്ങനെ വരുത്താം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കുക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നമുക്ക് പെണ്ണുങ്ങൾക്ക് അതെന്തായാലും ചെയ്തല്ലേ പറ്റുള്ളൂ. കാരണം നമുക്ക് സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കണമെങ്കിൽ പോലും നമുക്ക് സ്വന്തമായിട്ട് കുക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ എന്തായാലും വരും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത്. അപ്പോൾ ഞാൻ സാധാരണ കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, തുടക്കത്തിലൊക്കെ ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ സമയത്ത് ഞാനിതുപോലെ എനിക്ക് അടുക്കളയിൽ കയറാൻ ഭയങ്കര മടി ഉണ്ടാവുമായിരുന്നു. കാരണം നമ്മളത് സ്ഥിരമായി ചെയ്യുന്നൊരു ജോലി ആയിരുന്നില്ലല്ലോ. നമ്മൾ പഠിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ വന്നിട്ട് കുക്കിംഗ് ചെയ്യാമെന്ന് പറയുമ്പം അത് ഭയങ്കര നമുക്കൊരു ഇറിറ്റേഷൻ പോലായിരുന്നു. നമുക്ക് ഒട്ടും മൂടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ മ്യൂസിക്കൊക്കെ വെച്ചിട്ട് ഞാൻ അതൊക്കെ കേട്ടിട്ടായിരുന്നേ ഇങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക. നിങ്ങൾ തുടക്കക്കാരൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പുതിയതായിട്ട് കുക്കിംഗ് പഠിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസിപ്പി, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ ഇഷ്ടമുള്ള എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ, ചിലപ്പോൾ അത് മെനക്കേടായിരിക്കും, എന്നാലും കുഴപ്പമില്ല. നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ ഒരു റെസിപ്പി നിങ്ങൾ ആദ്യം പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതെന്തായാലും അത് ഉണ്ടാക്കി കഴിയുമ്പം എന്തായാലും അതിനൊരു റിസൾട്ട് കിട്ടുമല്ലോ. കാരണം ഒന്നുമില്ല, ആരെങ്കിലും നല്ലതാണെന്ന് പറയും, അല്ലെ പിന്നെ മോശമാണെന്ന് പറയും. അങ്ങനെ മോശമാണെന്ന് പറയുന്ന സമയത്ത് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ റെസിപ്പി വീണ്ടും ട്രൈ ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് ആ ഒരു സ്നാക്സ് അല്ലെങ്കിൽ ആ ഒരു ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്താലേ നിങ്ങൾക്കത് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുമെന്നുള്ളൊരു ഫീലിൽ നിങ്ങളത് വീണ്ടും ട്രൈ ചെയ്ത് നോക്കുക. അല്ലെ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചെറുതായിട്ട് ചായ വയ്ക്കാനോ അല്ലെ പിന്നെ ഓംലേറ്റ് ഉണ്ടാക്കാനോ അങ്ങനെയൊക്കെ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട്, ഇല്ലേ വല്ല ജ്യൂസ് ഉണ്ടാക്കാനോ, അങ്ങനെ ചെറിയ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ആദ്യം കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. ഇനി സാധാരണ എന്നും ഞാൻ കുക്ക് ചെയ്തിട്ട് മടുത്തിട്ടിരിക്കുകയാണ് എന്നുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പാട്ടൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ ഫോണിൽ പാട്ടൊക്കെ വെച്ചിട്ട് ഒരു സൈഡിൽ വെച്ചിട്ട് അത് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് കുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഫോൺ ചെയ്തുകൊണ്ട് കുക്ക് ചെയ്യാം. സ്പീക്കറിൽ വെച്ച് കഴിഞ്ഞാൽ മതി. അല്ലാതെ ചെവിയിൽ തന്നെ വയ്ക്കണമെന്നൊന്നുമില്ലല്ലോ. സ്പീക്കറിൽ വെച്ചിട്ടായാലും സംസാരിക്കാമല്ലോ. അല്ലെ പിന്നെ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കാൻ ആരെങ്കിലും ഉണ്ട്, അപ്പോൾ അവരെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് നിങ്ങൾക്ക് കുക്ക് ചെയ്യാം. എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറും അടിക്കില്ല, പെട്ടെന്ന് നിങ്ങളുടെ പണിയും ചെയ്ത് തീരും. അല്ലേ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഫ്രീ ടൈം ആകുമ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞു വെക്കാനുണ്ട്. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് അത് ഫ്രിഡ്ജിന് എന്ന് വെച്ചാൽ നന്നായി വൃത്തിയായി കഴുകിയിട്ട് ഫ്രീസ് ചെയ്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ ഫ്രിഡ്ജിനകത്ത് മുറിച്ച് വയ്ക്കുകയോ ഒക്കെ ചെയ്യുമ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അടുക്കളപ്പണി പെട്ടെന്ന് തീരുകയും ചെയ്യും. അയ്യോ, ഞാൻ ഒരുപാട് നേരം അടുക്കളയിൽ തന്നെ ആയിരുന്നല്ലോ എന്നുള്ളൊരു ഫീലിങ്സും വരില്ല. പക്ഷേ നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ ആക്ടിവിറ്റിയും കൂടെ ഈ കുക്കിംഗ് ചെയ്യുമ്പോൾ ഉൾപ്പെടുത്തുവാണെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കില്ല എന്നുള്ളതൊരു വശമാണെങ്കിൽ പോലും നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ കോൺസെൻട്രേഷൻ ചെയ്യണം. ഇല്ലേ പിന്നെ നമ്മൾ ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കുവാണ്, നമ്മൾ അതിനകത്ത് കുറച്ച് ഉപ്പും മുളകൊക്കെ കൂടുതൽ വാരിയിടുവാണെങ്കിൽ പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റാതാകും. അത് നിങ്ങൾക്ക് ഒരു പണിക്ക് ഇരട്ടി പണിയാകും. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം നമ്മൾ അത് നോക്കിയും കണ്ടും ചെയ്യുക. നല്ല ശ്രദ്ധ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പാട്ട് ശ്രദ്ധിക്കുമ്പം അത് മാത്രം ശ്രദ്ധിച്ചാൽ പോരല്ലോ. നമ്മൾ നമ്മുടെ അടുക്കളയിൽ നിന്നിട്ട് ഇതുപോലെ പാട്ടും അതുപോലെ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ പോലും നമ്മൾ നന്നായിട്ട് കുക്കിംഗ് ചെയ്യുന്ന കാര്യത്തിൽ നല്ല ശ്രദ്ധ വരുത്തണം. അത് മാത്രമല്ല, നമ്മൾ എന്നും അടുപ്പും ഗ്യാസും എല്ലാം തുടച്ചിടും. അതുപോലെ ക്ലീനിങ് ചെയ്യാനുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ക്ലീനിങ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ഡെയിലി ക്ലീൻ ചെയ്യുമ്പോൾ അതൊരു ഹാബിറ്റായി മാറുമ്പം നിങ്ങൾക്ക് ഈ അടുക്കള പണിയൊന്നും ഒന്നും അല്ലാതായി തീരും. പെട്ടെന്ന് പണികളെല്ലാം തീരുകയും ചെയ്യും. അല്ലെ പിന്നെ നിങ്ങൾ
എന്നും പുറത്തൊക്കെ പോകുന്നവരാണെ പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ബോറൊന്നും അടിക്കില്ല, പെട്ടെന്ന് നിങ്ങൾ ചെയ്ത് തീർക്കും. കാരണം എങ്ങോട്ടെങ്കിലും പോകാനുണ്ടെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം എങ്ങോട്ടെങ്കിലും പോകാനുണ്ടെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം നല്ല എനർജി ആയിരിക്കില്ലേ. അപ്പം എനിക്ക് അങ്ങനെ കേട്ടോ, ഞാൻ എങ്ങോട്ടേലും പോവുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഞാൻ പെട്ടെന്ന് എൻ്റെ പണികളെല്ലാം ചെയ്ത് തീർക്കുകയെ. അല്ലേ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഇപ്പം നിങ്ങളൊരു 7 മണിക്കൊക്കെ എണീക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 6 മണിക്ക് എണീക്കുക. 6 മണിക്ക് എണീച്ചിട്ട് പെട്ടെന്ന് പണികളെല്ലാം ചെയ്ത് തീർക്കുമ്പം നിങ്ങൾക്ക് പെട്ടെന്ന് അയ്യോ എൻ്റെ പണികളെല്ലാം തീർന്നല്ലോ എന്നുള്ളൊരു ഫീല് കാരണം നിങ്ങൾ പിറ്റത്തെ ദിവസവും നിങ്ങൾ അതേപോലെ പെട്ടെന്ന് എണീക്കാൻ ശ്രമിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോരോ പൊടിക്കൈകൾ എല്ലാവരും ചെയ്ത് നോക്കുക. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം വേസ്റ്റ് ഇല്ലാത്ത കുക്കിംഗ് ആണ്. ടൈം വേസ്റ്റ് ഇല്ലാത്ത കുക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ പെട്ടെന്ന് അടുക്കളയിൽ വന്നു, നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായക്ക് വെള്ളം വെക്കും. ചായക്ക് വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറിനും കൂടെ വെള്ളം വെക്കുക. ചോറ് വെള്ളം വെച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ തിളച്ചോ നോക്കുക. ചായ തിളച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് ഊറ്റി വയ്ക്കുക. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അരി കഴുകിയിടുക വെള്ളത്തിൽ. അപ്പോൾ പെട്ടെന്ന് എന്തായാലും ചോറും ആകും, നിങ്ങളുടെ അതിനൊപ്പം തന്നെ ചായ ആയിട്ടുണ്ടാകും. അപ്പോൾ അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കറിക്ക് മുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് യൂസ് ചെയ്യാം. അല്ലെ പെട്ടെന്ന് കറിക്ക് മുറിക്കാം. കറിക്ക് മുറിച്ചിട്ട് അത് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തേങ്ങ അരവാണ്ടെങ്കിൽ നിങ്ങൾ തേങ്ങയ്ക്ക് യൂസ് ചെയ്തിട്ടാണ് കറി ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തേങ്ങ ചിരകുമോ അല്ലെ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കറിവേപ്പിലേക്ക് പൊട്ടിക്കാൻ പോകാണ്ട് അതൊക്കെ ഇടയ്ക്ക് പോയൊന്ന് പൊട്ടിക്കുമോ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും തന്നെ നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവാതെ പെട്ടെന്ന് നിങ്ങളുടെ കുക്കിംഗ് നടക്കും. അതുപോലെ തന്നെ ഉപ്പേരി വെക്കുമോ. ഉപ്പേരിക്കും അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാത്രങ്ങൾ കഴുകാനുണ്ടെങ്കിൽ പാത്രങ്ങൾ കഴുകുക. അല്ലേ പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വല്ല ക്ലീനിങ് വർക്ക് ചെയ്യാനുണ്ട്, ഇല്ലെങ്കിൽ അടിച്ചു വരാണ്ട് തുടയ്ക്കാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടൈം ഉണ്ട്. കാരണം ഉപ്പേരിയൊക്കെ ആവാൻ ടൈം എടുക്കും. അങ്ങനെയൊക്കെയുള്ള പച്ചക്കറികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചു വാരുക. മറ്റെന്തെങ്കിലും ക്ലീൻ ചെയ്യാണ്ട് ഇല്ലെങ്കിൽ കുറേ പാത്രം കഴുകാനുണ്ട്, അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കുക. അല്ലെ പിന്നെ നിങ്ങൾക്ക് കുറേ നേരം ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്, എനിക്ക് ഭയങ്കരമായിട്ട് മടുത്തു, ഇനി എനിക്കിവിടെ നിൽക്കാൻ വയ്യ, ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആകുന്നു എന്നാണേ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം നിങ്ങൾ പുറത്തൊക്കെ പോയിരിക്കുക. അപ്പോൾ കുറച്ച് നേരം നിങ്ങൾക്ക് വല്ല തൊടിയുണ്ട് അല്ലെ പിന്നെ തൊടിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മുറ്റം ഉണ്ടെങ്കിൽ മുറ്റത്ത് ഇറങ്ങി നിൽക്കാം. അല്ലെ മുറ്റും ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വീട്ടിലെന്തെങ്കിലുമൊക്കെ ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാകുമല്ലോ, അപ്പോൾ അത് നോക്കാം. എന്നിട്ട് അതിനെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് നേരം തലോടുമോ ഇല്ലെങ്കിൽ വല്ല ബേർഡ്സും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അതിനെ കുറച്ച് നേരം ലാളിക്കുകയൊക്കെ ചെയ്യുമോ. അല്ലെ പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. അതൊരു 10 മിനിറ്റ് ചെയ്തിട്ട് വീണ്ടും നിങ്ങൾ അടുക്കളയിൽ വന്നിട്ട് വീണ്ടും നിങ്ങളുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബോറടിയും മാറി കിട്ടും. നിങ്ങൾ ചെയ്യാനുള്ള ആ ഒരു പണിയും ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് തന്നെ നിങ്ങൾക്ക് വരും. പിന്നെ കുക്കിംഗ് പെട്ടെന്ന് തീർക്കാനുള്ളൊരു എളുപ്പ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് ചെറിയ റെസിപ്പീസ്, അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന എന്തെങ്കിലും റെസിപ്പീസ് ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് നിങ്ങൾ ഒരു എന്താ പറയുക ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി വയ്ക്കുക. കാരണം ഇന്നത്തെ ദിവസം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കും, ഇന്നത്തെ ദിവസം ഞാൻ ഇതുണ്ടാക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരു 3 നേരത്തേക്കുള്ള അല്ലെ 2 നേരത്തേക്കുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി വയ്ക്കുക. അതാകുമ്പോൾ നിങ്ങൾക്കത് രാവിലെ എണീറ്റ് വന്നു കഴിയുമ്പം അത് നോക്കിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയാൽ പോരെ. അപ്പം പെട്ടെന്ന് ആയിക്കോളും ഭക്ഷണവും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടെൻഷനും ഇല്ലാതെ കഴിഞ്ഞു. അല്ലെ പിന്നെ രാവിലെ എണീച്ച് അയ്യോ ഇന്ന് ഞാൻ എന്തുണ്ടാക്കുന്ന ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് അങ്ങനെ തന്നെ മൂഡ് പോകുന്ന കുറേ ചേച്ചിമാരുണ്ട്. അപ്പോൾ ഞാനും അങ്ങനത്തേക്കുള്ള ഒരാളാണ്. രാവിലെ എണീച്ച് എന്തുണ്ടാക്കും, എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, അയ്യോ ഏത് പച്ചക്കറിയാണെന്ന് ഞാൻ കറി വയ്ക്കേണ്ടത്, ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ടത്, എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്ത് വെക്കും. അയ്യോ ഇന്ന് ഞാൻ എന്താണ് ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ പോയി നോക്കും. അപ്പോൾ എന്തെങ്കിലും ഉണ്ട് ഈ പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ അതിനനുസരിച്ചുള്ള കുക്കിംഗ് ആയിരിക്കും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ എന്താണോ സാധനം ഉള്ളതെന്നുള്ളത് ആദ്യം നിങ്ങളത് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. രാവിലെ എണീച്ച് പെട്ടെന്ന് വന്ന് കുക്ക് ചെയ്യാനുള്ള മൂഡ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പോൾ എൻ്റെ കുക്കിങ്ങിൻ്റെ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇതൊന്നും നമ്മൾ അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഇതൊന്നും നമ്മൾ ഓർക്കാറില്ല. നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പണിയേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ ഓർക്കാറില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അടുക്കളപ്പണിയൊന്നും ചെയ്യാൻ സത്യത്തിൽ ആർക്കും ഇഷ്ടം ഉണ്ടായിട്ടൊന്നും അല്ല. പക്ഷേ എല്ലാവർക്കും എന്താണ് കാരണം നമുക്ക് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥ കാരണമാണ് ഇതെല്ലാം ചെയ്യുന്നത്. അല്ലേ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസേന പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണം. പക്ഷേ അങ്ങനെ കഴിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എല്ലാ ദിവസവും അങ്ങനെ പോസിബിളും അല്ലല്ലോ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ അടുക്കളയിൽ കയറേണ്ട ഒരാൾ തന്നെയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കുക്കിംഗ് ഒക്കെ പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രിക്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് അടുക്കളയിൽ സ്ഥിരമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ ശ്രമിക്കുക.
ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ നമ്മളെ കൊണ്ട് പ്രാവർത്തികമാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ വീണ്ടും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകളൊക്കെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ വീഡിയോസൊക്കെ വീണ്ടും നന്നാക്കി നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബായ്.